പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഫിഷ് കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കിയാൽ. അപ്പോൾ ഒരു സവാള, ഒരു തക്കാളി ഒക്കെ എടുത്തേക്കണ്, ഒരു 3-4 പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അതൊന്ന് കട്ട് ചെയ്ത് വേറെ റെഡിയാക്കി എടുക്കാം. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വെക്കണ കറി കേട്ടോ. രാത്രി 10 മണിയായിപ്പോൾ. ഇനി കറിയൊക്കെ ആയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഉച്ചക്ക് വെച്ച ചോറുമുണ്ട്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പച്ചമുളക് ഒരു 3-4 വേണം കേട്ടോ. സവാള ചെറിയതായി ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. കയ്യിലേക്ക് വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളിയും ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. പച്ചമുളക് അത് നടുക്ക് ചീന്തി വെച്ചാൽ മതി. ഒരാൾക്കുള്ള കറിയാണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ ഒരു തക്കാളി മതി കേട്ടോ. എനിക്ക് ഒരാൾക്കുള്ള കറിയാണെങ്കിലും 2-3 നേരം കൂട്ടിട്ടോ ഞാൻ മീൻകറിയൊക്കെ വെച്ചാൽ. കട്ട് ചെയ്ത് വെച്ച തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയൊക്കെ ചട്ടിയിലേക്ക് ഇങ്ങോട്ടിടുക. കുറച്ച് മുളക് പൊടി 1 സ്പൂൺ ഇട്ടോ. പച്ചവെള്ളം നമ്മൾ അധികം ഇട്ടിട്ട്, മുളക് പൊടി വളരെ കുറവേ ഇടുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും. എന്നിട്ട് എന്താക്കണേ, കൈ കൊണ്ട് നല്ലോണം ഒന്ന് കൊണ്ടണം. ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പുപൊടി, ആവശ്യത്തിലുള്ള ഉപ്പുപൊടി ഇതിലേക്ക് ഇടുക. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്നും കൂടി ഞെണ്ടിയെടുക്കുക. കണ്ടോ ഈ രീതിയിൽ. ഒരു 15 മിനിറ്റ് നല്ലോണം അങ്ങോട്ട് തളിച്ചിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പം മസാല ഒക്കെ ഒന്ന് അതിലും കൂടി സെറ്റായി വരണം. ഒരു കറിയിലേക്ക് കുറച്ച് തേങ്ങ അരക്കണം നമുക്കിനി. അപ്പം ചിരണ്ടിയിട്ട് അവർ ഫ്രിഡ്ജിൽ വെക്കണം. നമ്മളും അങ്ങനെ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് ഫ്രീസറിലൊക്കെ വെക്കും. കുറേ ദിവസം അങ്ങനെ കിട്ടും, കേടാകൊന്നുമില്ല. അതിനെക്കൊണ്ട് സുഖം. ഒരു 3-4 ചെറിയുള്ളി, ഒരു 4 അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കാം. തേങ്ങ നല്ലോണം അരച്ച് ഫുള്ള് റെഡിയാക്കി. ഇനി നമുക്ക് കറി വറവിടാനുള്ള ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് നല്ലോണം വെള്ളമൊക്കെ വറ്റി കുറേ റെഡി ആയിക്കുന്നു. മസാല ഒക്കെ ഫുള്ള് തെളിഞ്ഞ് വന്നിട്ട്. അയിലപ്പാര കേട്ടോ. നമ്മളെ നാട്ടിൽ ഞാൻ അയിലപ്പാരുണ്ടല്ലോ അല്ലേ, നാട്ടിലുണ്ട്. അയിലൻ്റെ മാതിരിൽ തന്നെ ഒരു മീനാട്ടോ. നല്ല രസമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് കറി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5-8 മിനിറ്റ് കൂടിയോ കറിയിൽ നിന്ന് വെന്താൽ നമുക്ക് തേങ്ങ അരച്ച് വെച്ചതൊക്കെ ഇതിലേക്ക് പാരുക. സെറ്റ്. ഇനി ഒരു 5 മിനിറ്റ് കൂടിയ കറിയിൽ മീൻ നല്ലോണം ഒരു 5-8 മിനിറ്റോളം നല്ലോണം തളിച്ചിക്കണം. നല്ല വണ്ടി ഉണ്ടാവും. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, നല്ലോണം ഇളക്കി കൊടുക്കുക. തളിച്ച് തുടങ്ങുമ്പം തന്നെ മൂടി വെക്കുക. ഗ്യാസ് ഓഫാക്കിക്കാള. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇതിലേക്ക് ഇട്ടൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി മെല്ലെ കറിയിലേക്ക് ഒഴിച്ചാൽ സംഭവം സെറ്റായി. നല്ല രസമാണ് ഈ കറിക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം.